ഗായ്സ്, നിങ്ങൾക്ക് എത്ര പേർ കഴിയും നമ്മുടെ സ്വന്തം അഴീക്കൽ ഒരു സ്ഥലം ഒളിഞ്ഞടപ്പുണ്ട്, ഒരു തുരുത്താണ് കഴിച്ചത്. അപ്പോൾ അത് തുരുത്തിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒതളങ്ങ തുരുത്തെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നേരെ ആ ഒരു തുരുത്തിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ ആ ഒരു തുരുത്ത് പരിചയപ്പെടുത്തി തരാനാണ് ഇന്നത്തുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ തുരുത്തിലേക്ക് പോകും. ആ തുരുത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ അഴീക്കയിലെ ഓച്ചിറയിൽ നിന്ന് അഴീക്കയിലേക്ക് വന്ന സ്ഥലത്തൊരു പാലമില്ലേ, ആ കറക്റ്റ് ആ ഒരു പാലത്തിനവിടെ ആയിട്ടൊരു ചെറിയൊരു വളവുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയില്ല, എന്നാലും ജസ്റ്റ് ഒരു ക്ലിപ്പുണ്ട്. ജസ്റ്റ് ഈ കാണുന്ന ഈ ഒരു വളവ്, അത് നിങ്ങളെ തിരിച്ചു വരുമ്പോൾ നോക്കട്ടെ വീട് പിടിക്കാൻ. അപ്പോൾ കഴിച്ച് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നല്ല വൈബാണ്. അഞ്ചനിമാരി ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ വൈബായിട്ടുള്ളൊരു സ്ഥലമൊക്കെയാണ്. തെങ്ങ്, ചുറ്റത്തെങ്ങ്, പിന്നെ അപ്പുറത്ത് ചെറിയൊരു കായൽ, പിന്നെ ഇവിടെ സ്ഥലങ്ങളൊക്കെ ചെറിയ വെള്ളം വന്നിരിക്കുന്നത്. ആണ്ട് ഇവിടുന്ന് വഴിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ടെങ്കിൽ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് അറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, എന്നേക്കാട്ട് ആഴമുള്ള വെള്ളമാണ്. അപ്പോൾ എന്നെ ആരെങ്കിലും പൊക്കി എടുത്തിട്ടുണ്ട് വരും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എൻ്റെ ഇവിടെ വരെയുള്ള ആഴം. ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ആഴം ഉണ്ടെന്ന് അവർ പറഞ്ഞേ. ഒരു വളവ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു നീളമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സൈഡിലേക്കൊക്കെ നല്ല ആഴമുണ്ട്. അവിടെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ പോലെ ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഇതുപോലെ കുറേ ഇതിനകത്തൊക്കെ ചാടിയും കയറി ഇരിക്കാം. അങ്ങനെ ഇല്ലാതെ എന്നെ പോലെയുള്ള കൊച്ചു പിള്ളേർക്ക് വേറെ ഉപകാരമൊന്നുമില്ല ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ശരിക്കാത്ത നമ്മളിവിടെ വന്നപ്പോൾ ഒരു സീൻ സാധനത്തിന് കണ്ടിട്ടുണ്ട്. നമ്മൾ വലിയ കാര്യത്തിന്മാരൊക്കെ വന്നു, പക്ഷേ നല്ല ആഴമുണ്ട്. അങ്ങോട്ട് പോയവർ പറയുന്നത്, 2 ചേച്ചിമാർ വന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് നല്ല ആഴമുണ്ട്. നമ്മൾ ഏകദേശം ആനൊക്കെ മുങ്ങനെ അത്രയും ആഴമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നടുക്ക് മാത്രമേ പൊക്കമുള്ളൂ, സൈഡിലേക്കൊക്കെ ആഴമുണ്ടെന്നാണ് ഇവിടെ വന്നവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകപ്പാടുള്ളത് നമ്മൾ അഴീക്കയാണ്. അപ്പോൾ ഇനിയും അഴീക്കയിലേക്ക് പോകണം. ഇത് കണ്ട നല്ല ആഴമുണ്ട്, ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ ഇവിടെ ഒരു ശംഖിനെ കൊണ്ടിട്ടായിരുന്നു. ഇപ്പോൾ ശംഖിനെ കാണില്ല. എന്നാലും ഞാൻ അങ്ങോട്ടുള്ള ആ ഒരു റൂട്ട് കാണിച്ചു തരാം. കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. അവിടെ നിന്ന് ആ തുടക്കത്തിൽ ഇവിടെ വരെ ആഴം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നടക്കുന്ന സ്ഥലത്ത് ആഴം കുറഞ്ഞു നിൽക്കുന്നത്. ഇനി അങ്ങോട്ടൊരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞാലാണ് ആഴം. അപ്പം ഞാൻ സെക്കൻഡ് നടക്കുന്നത്, കാരണം എവിടെ ആഴമുള്ളതെന്നും എങ്ങനെ നടക്കേണ്ടതെന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ നടുക്കാണ് ഇത് വരുന്നത്. അപ്പം ആ വഴിക്കൂടെ നടക്കണമെന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ടിക്കാണ് ഫ്രണ്ട്. ഇപ്പം നമ്മൾ ഈ കൂടെ നടക്കുകയാണ്. ബാക്കിൽ നമ്മൾ ഹെഡ്മാനിക്കുണ്ട്, അതിൻ്റെ അപ്പുറം നമ്മൾ സേഫിക്കുണ്ട്. സേഫിക്ക് കൈയൊക്കെ കെട്ടി നല്ല മാസ് ലുക്കിലൊക്കെയാണ് വരുന്നത്. അപ്പം അവിടെ നിന്ന് എൻ്റെ മുട്ടിൻ്റെ അത്ര ആഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആഴം കുറഞ്ഞു വന്നിട്ട് അവിടെ ഒരു വളവ് വയ്ക്കുക പറഞ്ഞാൽ അവിടെ ഒരു വളവുണ്ട്. ആ വളവ് എത്തിയിട്ടുണ്ട്. ഈ വളവിലാണ് നമ്മുടെ ഡേഞ്ചറായിട്ടുള്ള സ്പോട്ട്. ആണ്ടാ ആഴം കൂടി. ഈ ഒരു വളവാണ് ആ ഡേഞ്ചർ. ഞാൻ ആരെല്ലാം ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. മറ്റേ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഈ മുട്ടിൻ്റെ ഇത്ര ഉണ്ടായിരുന്നു. നല്ല ആഴമുണ്ട്. അങ്ങോട്ട് പോകാതെ അത് ഇതാ കുഴി അപ്പുറം. ഇതാ പറഞ്ഞു തന്നത്. എന്ത് ചെയ്യുമ്പോ
ഒരു രസമില്ല കാണാൻ. എന്ത് തേങ്ങ പറയുന്നത്? ഇനി അടുത്തുള്ള നോക്കെടുക്ക്. ഇവിടെ ആരെങ്കിലും വെച്ച് ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോ ഒക്കെ എടുക്കലാണ്. പിന്നെ നീളമുള്ളവർക്കും പിന്നെ നീന്താൻ അറിയാവുന്നവർക്കും ധൈര്യം ഉള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. അല്ല എന്നെപ്പോലുള്ളവന്മാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവന്മാരാണെങ്കിൽ തന്തവൈബായതുകൊണ്ട് നമ്മളാരെയും ഇറക്കിയില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ശരിക്കും വേറെ വല്ല സ്ഥലത്ത് വെച്ച് കണ്ടാൽ കണ്ട്